ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ചാപ്റ്ററിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഈ സെയിം ചാപ്റ്ററിലെ തന്നെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, അവിടെ എങ്ങനെയാണ് നമ്മൾ ആ ഒരു റിസൾട്ട് പ്രൂവ് ചെയ്യുന്നത് എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു സെയിം കാര്യങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുവാണ്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പ്രൂവ് ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ 1 plus 3 plus 3 square plus etc plus 3 raised to n minus 1 is equal to 3 raised to n minus 1 divided by 2. അപ്പം ഈ ഒരു റിസൾട്ട് ആണ് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഓൾറെഡി അതിന്റെ സ്റ്റെപ്പുകളും കാര്യങ്ങളും ഒക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യാൻ നോക്കാം. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ആ ഒരു റിസൾട്ട് പി ഓഫ് എൻ എന്ന് പറഞ്ഞ് എഴുതുമായിരുന്നു ചെയ്യുന്നത്. തന്നിരിക്കുന്ന റിസൾട്ട് നമ്മൾ ആദ്യം പി ഓഫ് എൻ എന്ന് പറഞ്ഞ് എഴുതുന്നു. സോ പി ഓഫ് എൻ ഈസ് ഈക്വൽ ടു 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 raised to n minus 1, that is equal to 3 raised to n minus 1 divided by 2. അപ്പം ആദ്യം നമ്മൾ ആ തന്നിരിക്കുന്ന റിസൾട്ടിനെ ജസ്റ്റ് പി ഓഫ് എൻ എന്ന് പറഞ്ഞ് എഴുതി. ഇനിയാണ് നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ പി ഓഫ് വൺ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. സോ പി ഓഫ് വൺ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം പി ഓഫ് വൺ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. പി ഓഫ് വൺ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു, അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു നമുക്ക് സം ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമ്മൾ ആദ്യത്തെ ആ വാല്യൂ അതേപോലെ തന്നെ എടുത്തെഴുതിയാൽ മതി. സോ പി ഓഫ് വൺ എൽ എച്ച് എസ് എന്ന് പറയുന്നത് 1 തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എന്താണ് പി ഓഫ് വൺ റൈറ്റ് ഹാൻഡ് സൈഡ് കിട്ടുക നോക്കാം. സോ റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈക്വലിന് അപ്പുറത്തുള്ള ആ ഒരു ടേമില് എന്നിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുക്കുന്നു. സോ 3 റൈസ് ടു 1 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. അപ്പൊ എത്ര കിട്ടി? 3 മൈനസ് 1 2/2 എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്നായിരിക്കും കിട്ടുക. സോ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും രണ്ടും നമുക്ക് 1 തന്നെയാണ് കിട്ടിയത്. അപ്പൊ എന്ത് പറയാം? പി ഓഫ് വൺ എൽ എച്ച് എസ് ഈസ് ഈക്വൽ ടു പി ഓഫ് വൺ ആർ എച്ച് എസ്. Therefore, P of 1 is true. Therefore, P of 1 is true. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കണ്ടീഷൻ ആയി, പി ഓഫ് വൺ ട്രൂ ആണ് എന്നുള്ള കാര്യം പ്രൂവ് ആയി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അസ്യൂം ദാറ്റ് P of k is true. Assume that P of k is true. അതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ്. അങ്ങനെയാണെങ്കിൽ പി ഓഫ് കെ ഒന്ന് ജസ്റ്റ് എടുത്തിടുന്നു. പി ഓഫ് കെ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, പി ഓഫ് എന്നിലെ എന്നിന്റെ സ്ഥാനത്തൊക്കെ എന്തിട്ട് കൊടുക്കുക? കെ എന്നിട്ട് കൊടുക്കുക. അപ്പൊ എന്ത് കിട്ടും നോക്ക്? 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റൈസ് ടു എന്നിന്റെ സ്ഥാനത്ത് കെ, 3 റൈസ് ടു കെ മൈനസ് 1 ഈസ് ഈക്വൽ ടു 3 റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയായിരിക്കും നമുക്ക് പി ഓഫ് കെയുടെ വാല്യൂ കിട്ടുക. ഇനി പി ഓഫ് കെ കിട്ടി, അടുത്തതായിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പി ഓഫ് കെ പ്ലസ് വൺ ട്രൂ ആണ് എന്ന് കണ്ടുപിടിക്കണം. സോ അതിനു മുമ്പ് നമ്മൾ പി ഓഫ് കെ പ്ലസ് വൺ എടുത്തെഴുതുവാണ്. സോ പി ഓഫ് കെ പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു ചെയ്യുന്നത്? ആദ്യം പി ഓഫ് കെ അതേപോലെ തന്നെ എഴുതുന്നു. 1 പ്ലസ് 3 പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് 3 റൈസ് ടു കെ മൈനസ് 1 അതേപോലെ തന്നെ എഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ ഉണ്ടായിരുന്നത് 3 റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 ആണ്. ഇനി എന്ത് ചെയ്യണം? നമ്മൾ രണ്ട് സൈഡിലും ഒരു ടേം ആഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് എന്താണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുക? ഇവിടെയുള്ള 3 റൈസ് ടു കെ മൈനസ് 1, അതായത് ഈക്വലിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലുള്ള ആ ഒരു ടേം, അവിടെ കെ ഉള്ളിടത്ത് കെ പ്ലസ് 1 ഇടുക. സോ 3 റൈസ് ടു കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 ഇട്ടു. അത് കഴിഞ്ഞ് അവിടെ ഒരു മൈനസ് 1. സോ 3 റൈസ് ടു കെ പ്ലസ് 1 മൈനസ് 1, പ്ലസ് 1ഉം മൈനസ് 1ഉം പോയി, ബാക്കി എന്താ ഉള്ളത്? 3 റൈസ് ടു കെ. ഈ ഒരു 3 റൈസ് ടു കെ വേണം എന്ത് ചെയ്യാൻ? നമ്മൾ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കാൻ. രണ്ട് സൈഡിലും നമ്മൾ ആ ഒരു 3 റൈസ് ടു കെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ രണ്ട് സൈഡിലും 3 റൈസ് ടു കെ ആയി. ഇനിയിപ്പോ എന്ത് ചെയ്യുക? ഇവിടത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്ന് വർക്ക്ഔട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്ത് കൊണ്ടുവരിക. അപ്പം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാൻ നോക്കിയിട്ട്, ഇവിടെ ഇപ്പൊ 3 റൈസ് ടു കെ മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 3 റൈസ് ടു കെ ആണ്. നമുക്ക് അങ്ങനെ കോമൺ ആയിട്ട് പുറത്തെടുക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ 1 ഇൻറ്റു 3 റൈസ് ടു കെ മൈനസ് 1, 3 റൈസ് ടു കെ മൈനസ് 1, നടുക്കുള്ള സൈൻ പ്ലസ്
2 into 3 raised to k. 2 into 3 raised to k. 2 into 3 raised to k. All divided by 2 into 1. All divided by 2 എന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ ഒരു 3 റേസ് ടു കെ ഉണ്ട്, ഇവിടെ ഒരു 2 ഇൻറ്റു 3 റേസ് ടു കെ അല്ലെങ്കിൽ 2 3 റേസ് ടു കെ ഉണ്ട്. അപ്പം അത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് എങ്ങനെ എഴുതാം? ഒരു 3 റേസ് ടു കെ പ്ലസ് 2 3 റേസ് ടു കെ, മൊത്തം കൂടെ 3 3 റേസ് ടു കെ. അത് കഴിഞ്ഞ് അവിടെ ഒരു -1 ഉള്ളത്, -1 ഡിവൈഡഡ് ബൈ 2. ഇങ്ങനെയായിരിക്കും കിട്ടുക. 3 ഇൻറ്റു 3 റേസ് ടു കെ -1 ഡിവൈഡഡ് ബൈ 2. സോ 3 ഇൻറ്റു 3 റേസ് ടു കെ, 3 ഇൻറ്റു 3 റേസ് ടു കെ നമുക്ക് എങ്ങനെ എഴുതാം? 3 ഇൻറ്റു 3 റേസ് ടു കെ നമ്മൾ മുമ്പൊക്കെ കണ്ടിട്ടുണ്ട്, എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ. അതായത് ഇവിടെ നമ്മൾ 3 എന്ന് പറഞ്ഞാൽ എന്താ? 3 റേസ് ടു 1. സോ എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ നമ്മൾ എന്താ പഠിച്ചേ? എ റേസ് ടു എം പ്ലസ് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് 3 റേസ് ടു 1 പ്ലസ് കെ അല്ലെങ്കിൽ 3 റേസ് ടു നമുക്ക് കെ പ്ലസ് 1 എന്ന് എഴുതാം. 3 റേസ് ടു കെ പ്ലസ് 1 -1 ഡിവൈഡഡ് ബൈ 2. ഇനിയിപ്പോൾ ഇതിനെ നമുക്ക് ഫർദർ ആയിട്ട് സിംപ്ലിഫൈ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ ഇത് തന്നെയാണോ ആൻസർ കിട്ടേണ്ടത് നോക്കിക്കേ. നമുക്ക് ഫൈനൽ ആൻസർ എങ്ങനെയാ കിട്ടുക? ഈക്വലിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്താ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് എടുക്കുന്നതെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 എന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായിരിക്കും നമുക്ക് ഇവിടെ ഫൈനൽ ആൻസർ കിട്ടേണ്ടത്. മനസ്സിലായോ? സോ നോക്കിക്കേ, 3 റേസ് ടു കെ, കെയുടെ സ്ഥാനത്ത് കെ പ്ലസ് 1 ഇട്ടേ, കെ പ്ലസ് 1. അത് കഴിഞ്ഞ് -1 ഡിവൈഡഡ് ബൈ 2. ഇതായിരിക്കണം നമുക്ക് ഫൈനൽ ആൻസർ സിംപ്ലിഫൈ ചെയ്താൽ കിട്ടേണ്ടിയിരുന്നത്. അത് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നോക്കിയേ, അതെ, അത് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore p of k plus 1 is true. therefore p of k plus 1 is true എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ therefore by principle of mathematical induction p of n is true for all n belongs to n അല്ലെങ്കിൽ for all natural numbers. ഇങ്ങനെയായിരിക്കും നമ്മൾ ചെയ്യുക. വളരെ സിമ്പിൾ ആണ്, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളാണ്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പി ഓഫ് 1 ചെക്ക് വെദർ പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പി ഓഫ് കെ ട്രൂ ആണെന്ന് അസ്യൂം ചെയ്യുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പി ഓഫ് കെ പ്ലസ് 1 ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവിടുത്തെ മൂന്നാമത്തെ സ്റ്റെപ്പാണ്. ഈവൺ നമുക്ക് ഇവിടുത്തെ സിംപ്ലിഫിക്കേഷൻ ചെയ്യാൻ കിട്ടിയില്ലെങ്കിൽ പോലും ഇവിടെ ആൻസർ എഴുതാൻ പറ്റുന്നതാണ്. സോ മാർക്ക് സ്കോർ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമുക്കിനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഗിവൺ ദാറ്റ് പി ഓഫ് n is equal to 1 cube plus 2 cube plus 3 cube plus etc plus n cube is equal to n into n plus 1 divided by 2 the whole square. എന്നിട്ട് നമുക്ക് 3 സബ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചെക്ക് വെദർ പി ഓഫ് 1 ഈസ് ട്രൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് പി ഓഫ് കെ ഈസ് ട്രൂ പ്രൂവ് ദാറ്റ് പി ഓഫ് കെ പ്ലസ് 1 ഈസ് ട്രൂ. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ, ഈസ് ദ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് n ഈസ് ട്രൂ ഫോർ ഓൾ n ബിലോങ്സ് ടു n. സോറി, ഇഫ് അല്ല, ഈസ് ആണ്. ഈസ് ദ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് n ട്രൂ ഫോർ ഓൾ n ബിലോങ്സ് ടു n. ഇങ്ങനെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. അപ്പം ഓൾറെഡി നമുക്ക് പി ഓഫ് n എന്ന് തന്നെ പറഞ്ഞിട്ടാണ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഒരു വട്ടം കൂടെ ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് എടുത്തെഴുതുവാണ്. സോ പി ഓഫ് n ഈസ് ഈക്വൽ ടു 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് n ക്യൂബ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ആ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് അവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ചെക്ക് വെദർ പി ഓഫ് 1 ഈസ് ട്രൂ. പി ഓഫ് 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ആദ്യം നമുക്ക് പി ഓഫ് 1 ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ ആദ്യം നമ്മൾ പി ഓഫ് 1 ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുക്കുന്നു. പി ഓഫ് 1 LHS ഈസ് ഈക്വൽ ടു എന്ത് ചെയ്താൽ മതി? ഇവിടത്തെ ആദ്യത്തെ ആ ഒരു ടേം. സോ 1 ക്യൂബ് എത്രയാണ് വാല്യൂ വരിക? 1 തന്നെ. ഇനി അടുത്തത് പി ഓഫ് 1 റൈറ്റ് ഹാൻഡ് സൈഡ് ആണ് RHS. പി ഓഫ് 1 RHS എന്ന് പറയുന്നത് അപ്പൊ എന്ത് വരും? ഇവിടെയുള്ള എന്നിന്റെ സ്ഥാനത്ത്, അതായത് അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡില് എന്നിന്റെ സ്ഥാനത്തേക്ക് എന്തിട്ട് കൊടുക്കുക? 1 എന്നിട്ട് കൊടുക്കുക. സോ 1 ഇൻറ്റു 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. സോ 1 ഇൻറ്റു 1 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 2 ആയി. സോ 1 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ 2.
സോ 2/2 ഹോൾ സ്ക്വയർ എന്നാ വരിക, ദാറ്റ് ഈസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് തന്നെയായിരിക്കും കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് പറയാം, LHS ഈക്വൽ ടു RHS ആണ്. ദെർഫോർ P of 1 ഈസ് ട്രൂ. സോ P of 1 ട്രൂ ആണ് എന്ന് നമുക്ക് കിട്ടി. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് P of K ട്രൂ ആണെങ്കിൽ P of K plus 1 ട്രൂ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ നോർമലി ചെയ്യുന്ന രീതിയിൽ തന്നെ നമുക്ക് എഴുതാം. assume that P of K is true. അപ്പൊ നമ്മൾ P of K ട്രൂ ആണ് എന്ന് അസ്യൂം ചെയ്യുന്നു. അങ്ങനെ P of K ട്രൂ ആണ് എങ്കിൽ നമുക്ക് എന്ത് വേണം, P of K plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം നമുക്ക് P of K എന്ന് എടുത്തെഴുതാം. സോ P of K ഈസ് ഈക്വൽ ടു 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് എന്നിന്റെ സ്ഥാനത്ത് K ഇടുന്നു, K ക്യൂബ് ഈക്വൽ ടു K ഇൻറ്റു K പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. ഇങ്ങനെയായിരിക്കും നമുക്ക് എന്ത് കിട്ടുക, P of K കിട്ടുന്നത്. ഇനി വേണം ഇവിടുന്ന് നമുക്ക് P of K plus 1 കണ്ടുപിടിക്കാൻ. സോ എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. സോ P of K plus 1 എന്ന് പറയുമ്പോൾ സം ആണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, P of K അതേപോലെ മൊത്തത്തിൽ എഴുതണം. സോ 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര പ്ലസ് K ക്യൂബ്, കുറച്ച് സ്ഥലം ഞാൻ വിടുവാണ്, ഈക്വൽ ടു K ഇൻറ്റു K പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. P of K ആണ് ഇപ്പൊ ഞാൻ അതേപോലെ എഴുതിയിട്ടുള്ളത്. നമുക്ക് എന്താ വേണ്ടത്, P of K plus 1 ആണ്. സോ രണ്ട് സൈഡിലും ആഡ് ചെയ്ത് കൊടുക്കണം, ആ ഒരു കാര്യം മറക്കണ്ട. ഇനിയിപ്പം എന്താ ആഡ് ചെയ്ത് കൊടുക്കണ്ടേ, ഈക്വലിന്റെ തൊട്ട് മുമ്പുള്ള ടേം എന്താ ഇവിടെ, K ക്യൂബ്. K ക്യൂബിന്റെ Kയുടെ സ്ഥാനത്ത് K plus 1 ഇട്ട് കൊടുക്കുക. സോ K plus 1 ഇട്ട് കൊടുത്താൽ K plus 1 ഹോൾ ക്യൂബ് എന്നാ കിട്ടുക. സോ ഈ K plus 1 ഹോൾ ക്യൂബ് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ രണ്ട് സ്ഥലത്തും ആഡ് ചെയ്ത് കൊടുക്കാൻ. സോ K plus 1 ഹോൾ ക്യൂബ് ഇവിടെ ഇവിടെ രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്തു, ആഡ് ചെയ്ത് കൊടുത്തു K plus 1 ഹോൾ ക്യൂബ്. അപ്പോൾ K plus 1 ഹോൾ ക്യൂബ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇതിന്റെ ഫൈനൽ ആൻസർ അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്ത് കിട്ടുമ്പോൾ എന്താണോ ആൻസർ വരേണ്ടത് എന്നുകൂടെ ചെക്ക് ചെയ്ത് വെക്കാം. അപ്പൊ എന്താ ചെയ്യേണ്ടത്, ഇപ്പൊ നമ്മൾ ഈക്വലിന്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ആണ് നോക്കിയത്, ഈക്വലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള Kയുടെ സ്ഥാനത്ത് K plus 1 ഇട്ടാം. സോ Kയുടെ സ്ഥാനത്ത് K plus 1 ഇട്ടാൽ ഇവിടെ K plus 1 ഇൻറ്റു ഇവിടെ K plus 1 plus 1, K plus 1 plus 1 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്നാ വരിക. അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം, K plus 1 ഇൻറ്റു K plus 1 plus 1, അതെന്താണ് K plus 2 ആണ്. K plus 1 ഇൻറ്റു K plus 2 ഡിവൈഡഡ് ബൈ 2, അത് കഴിഞ്ഞ് മൊത്തത്തിലൊരു സ്ക്വയർ. അപ്പം ഇതായിരിക്കണം എന്ത് കിട്ടേണ്ടത്, നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസർ വരണ്ടേ. അപ്പൊ നോക്കാം നമുക്ക് ആ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റുമോന്ന് നോക്കിക്കേ. ഇനിയിപ്പം നമുക്ക് K ഇൻറ്റു K plus 1 ഹോൾ സ്ക്വയർ, സോറി K ഇൻറ്റു K plus 1 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ പ്ലസ് K plus 1 ഹോൾ ക്യൂബ് എന്നാ ഉള്ളത്. നമുക്ക് ആദ്യം ആ സ്ക്വയർ വെച്ച് ഓരോ ടേമിനെ സ്ക്വയർ ചെയ്യാം. K സ്ക്വയർ ഇൻറ്റു K plus 1 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2ന്റെ സ്ക്വയർ, 2ന്റെ സ്ക്വയർ 4 ആണ്, പ്ലസ് ഇവിടെ K plus 1 ഹോൾ ക്യൂബ് പ്ലസ് K plus 1 ഹോൾ ക്യൂബ്. ഇങ്ങനെയാണ് കിട്ടുക. ഇനിയിപ്പോ ഇവിടെ നോക്ക്, നമുക്ക് ഈ ഒരു മോഡലിലുള്ള ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് പുറത്തെടുക്കാനുണ്ടോ നോക്കുക. എവിടെ ഈ രണ്ട് ടേംസിലും എന്തെങ്കിലും നമുക്ക് ഒരേപോലെ ഉണ്ടോ നോക്കിക്കേ. ഇവിടെ ഒരു K plus 1 ഹോൾ സ്ക്വയർ ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു K plus 1 ഹോൾ സ്ക്വയർ. സോ രണ്ടിടത്തു നിന്നും ഞാൻ K plus 1 ഹോൾ സ്ക്വയർ പുറത്തെടുക്കുന്നു. സോ K plus 1 ഹോൾ സ്ക്വയർ പുറത്തെടുത്തു. ഇനി ഇവിടെ നിന്ന് K plus 1 ഹോൾ സ്ക്വയർ നമ്മൾ പുറത്തെടുത്താൽ ബാക്കി ആരുണ്ട്, ഒരു K സ്ക്വയർ ഉണ്ട് ഡിവൈഡഡ് ബൈ ഒരു 4 ഉണ്ട്. ഇനി അതേപോലെ തന്നെ ഇവിടെ ഉള്ളത് K plus 1 ഹോൾ ക്യൂബ് ആണ്. അതിനകത്തു നിന്നാണ് നമ്മൾ എന്തെടുത്തിട്ടുള്ളത്, K plus 1 ഹോൾ സ്ക്വയർ പുറത്തെടുത്തിട്ടുള്ളത്. സോ പ്ലസ് K plus 1, ഇവിടെ പ്ലസ് K plus 1 കൂടെ വരും. ഇങ്ങനെയായിരിക്കും കിട്ടുക. ഇനിയിപ്പോ എന്ത് ചെയ്യാം, ഇനി വേറൊന്നും നമുക്ക് പുറത്തെടുക്കാനില്ല. സോ എന്ത് ചെയ്യാം, ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് വരും നോക്ക്, ഇവിടെ ഒരു K plus 1 ഹോൾ സ്ക്വയർ ഉണ്ട് ഇൻറ്റു, ഇവിടെ നിന്ന് ക്രോസ് ചെയ്യുന്നു. എങ്ങനെ ക്രോസ് ചെയ്യാം, ഇവിടെ നിന്ന് ആദ്യം ഇങ്ങോട്ടേക്ക് 1 ഇൻറ്റു K സ്ക്വയർ പ്ലസ് 4 ഇൻറ്റു K plus 1 എന്നാ കിട്ടുക. സോ 4 ഇൻറ്റു K 4K പ്ലസ് 1 ഇൻറ്റു 4 പ്ലസ് 4. ഞാൻ ഒറ്റയടിക്ക് എഴുതിയതാണ്. 4 ഇൻറ്റു K plus 1 എന്നുള്ളത് 4K പ്ലസ് 4 ഓൾ ഡിവൈഡഡ് ബൈ 4 ഇൻറ്റു 1.
ഓൾ ഡിവൈഡഡ് ബൈ 4 ഇങ്ങനെയായിരിക്കും കിട്ടുക. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവിടെ കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4 നമ്മൾ പഠിച്ചിട്ടുള്ള ഏതെങ്കിലും ഐഡന്റിറ്റിയുടെ എക്സ്പാൻഷൻ പോലെ ഉണ്ടോ? ഉണ്ട്. നമുക്ക് കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ ചെയ്താൽ എന്തായിരിക്കും കിട്ടുക? കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ ചെയ്താൽ കെ സ്ക്വയർ പ്ലസ് എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ ഫോമിലാണ് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. സോ 2 ഇൻറ്റു കെ ഇൻറ്റു 2 എന്ത് വരും? 4k പ്ലസ് ബിയുടെ സ്ഥാനത്ത് 2 ആണുള്ളത്, 2 ഇൻറ്റു സ്ക്വയർ 4, കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4. അപ്പൊ അവിടെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? ആ ഒരു വാല്യൂ ഇട്ട് കൊടുക്കാം. സോ ഇവിടെ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇൻറ്റു കെ സ്ക്വയർ പ്ലസ് 4k പ്ലസ് 4ന്റെ സ്ഥാനത്ത് കെ പ്ലസ് 2 കൊടുക്കാം, കെ പ്ലസ് 2 ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. മൊത്തത്തിൽ ഞാൻ സ്ക്വയർ എല്ലാം കൂടെ പുറത്തേക്ക് എടുക്കുവാണ്. അങ്ങനെ ആകുമ്പോൾ ഇവിടെ കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഓൾ ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇത് തന്നെ അല്ലായിരുന്നു നമുക്ക് ആൻസർ കിട്ടേണ്ടത്. നോക്കി, കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 2 ഡിവൈഡഡ് ബൈ 2 ദ ഹോൾ സ്ക്വയർ. സെയിം ആൻസർ തന്നെ നമുക്ക് ഇവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore p of k plus 1 is true. therefore p of k plus 1 is true. അതായിരുന്നു നമ്മളോട് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കേ. if p of k is true, prove that p of k plus 1 is true എന്നാ പറഞ്ഞത്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, is the statement p of n is true for all n belongs to n എന്നാ ചോദിച്ചിട്ടുള്ളത്. അതേലോ. കാരണം എന്താ? ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതിന്റെ ജസ്റ്റിഫിക്കേഷൻ ആണ് നമ്മൾ ഇവിടെ മൊത്തം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? യെസ്, ബൈ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ, ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. അതിനെ ഞാൻ ഷോർട്ടാക്കിയതാണ് PMI. P of n is true for all n belongs to natural numbers. ഇങ്ങനെയാണ് നമുക്ക് ഇതിന്റെ പ്രൂഫ് കിട്ടുക. അപ്പൊ ജസ്റ്റ് ചെറിയൊരു സിംപ്ലിഫിക്കേഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സെയിം മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് എക്സാമിന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാവുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇനിയിപ്പം മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ചാപ്റ്ററുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അപ്പം ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ക്ലാസ് ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഷെയർ ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച്.